സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. കന്നുകാലികളെ മോഷ്ടിച്ചെന്നാരോപിച്ച് ബീഹാറിൽ 55 വയസ്സുകാരനെ ആൾക്കൂട്ടം അടിച്ചുകൊന്നു. കാബുൾ മിയാനാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. കള്ളനെന്ന് വിളിച്ച് ഒരു കൂട്ടർ ആക്രമണം നടത്തുകയായിരുന്നു. ആർപ്പുവിളിയുമായി ഏതാനും പേർ ചുറ്റും നിരന്നു. സഹായത്തിനായി വൃദ്ധൻ കെഞ്ചിയെങ്കിലും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു യുവാക്കൾ. വസ്ത്രങ്ങൾ ഊരിമാറ്റിയ ശേഷം കാബൂർ മിയാൻ മരിക്കുന്നതുവരെ അക്രമി സംഘം മർദ്ദനം തുടർന്നുവെന്ന് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മുന്നൂറോളം പേരുടെ മധ്യത്തിൽ വെച്ചാണ് കാബൂൾ മിയാൻ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ മാസം 29-ന് നടന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കൊലയാളി സംഘത്തിലെ ഏതാനും പേരെ തിരിച്ചറിഞ്ഞെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് അരാറിയ സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ KP സിംഗ് പറഞ്ഞു. കന്നുകാലികളെ മോഷ്ടിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന് വൃദ്ധൻ പല ആവർത്തി അക്രമികളോട് ആവർത്തിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. കൊല്ലപ്പെട്ട കാബൂൾ മിയാനും അക്രമി സംഘത്തിലെ ചിലരും മുൻ പരിചയക്കാരാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. തലശ്ശേരി മാടപ്പീടികയിൽ AN ഷംസീർ MLA വീടിന് നേരെ ബോംബേർ. അല്പം മുമ്പാണ് സംഭവം. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, എപ്പോഴായിരുന്നു MLA വീടിന് നേരെ ബോംബാക്രമണം നടന്നത്? അല്പസമയത്തിന് മുൻപാണ് ഈ MLA വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. ആർക്കും പരിക്കേറ്റതായി വിവരങ്ങളില്ല. നാടൻ ബോംബ് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണെന്നാണ് ഇപ്പോൾ ആദ്യ പ്രാഥമിക വിലയിരുത്തൽ. ഏതായാലും ആർക്കും വലിയ തോതിൽ പരിക്കേറ്റതായി വിവരമില്ല. പക്ഷേ തലശ്ശേരിയിൽ CPM BJP സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. തലശ്ശേരി തിരുവങ്ങാട് CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീടിന് നേരെ വൈകുന്നേരത്തോടുകൂടി ആക്രമണം ഉണ്ടായിരുന്നു. വാഴയിൽ ശശിയുടെ വീടാണ് സംഘം ആക്രമിച്ചത്. മുഖംമൂടി ധരിച്ചെത്തിയ അക്രമികൾ അത് തല്ലി തകർക്കുകയായിരുന്നു. അതിന് തൊട്ടു പുറകെയാണ് RSS വിഭാഗ് സഞ്ചാലക് കണ്ണൂർ തലശ്ശേരിയിലെ ചന്ദ്രശേഖരന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. 15-അംഗ സംഘം ആണ് ചന്ദ്രശേഖരന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വീടിലെ സാധനങ്ങൾ മുഴുവൻ അടിച്ചു തകർക്കുകയും മറ്റും ചെയ്തു. ഇദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ രണ്ട് വിഭാഗങ്ങളും ഇന്ന് CPM-ഉം BJP-യും ഇന്ന് ഇത് സംബന്ധിച്ച് പൊതുയോഗങ്ങൾ നടത്തിയിരുന്നു. മനു, പോലീസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം തടയാൻ സുരക്ഷാ സന്നാഹങ്ങൾ ഏതൊക്കെ തരത്തിലാണ് പ്രത്യേകിച്ച് തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുള്ളത്? തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ആക്രമണം തടയാനായി പോലീസിന് കഴിയുന്നില്ല. ഇരു വിഭാഗങ്ങളിലെയും നേതാക്കളുടെ വീടുകൾക്ക് നേരെയാണ് പെട്ടെന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. പോലീസ് ഏതായാലും കൂടുതൽ സേനയെ പ്രദേശത്തേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സേനാ വിന്യാസം അല്പസമയത്തിനകം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തലശ്ശേരിയിൽ രാവിലെ മുതൽ തന്നെ ഇന്നലെ ഈ ഹർത്താലിന് ശേഷം രാവിലെ മുതൽ തന്നെ തുടർച്ചയായി ഇത്തരം ആക്രമണം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരത്തോടുകൂടി കൂടുതൽ പോലീസിനെ അങ്ങോട്ടേക്ക് വിന്യസിക്കാനുള്ള നീക്കവുമുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി കൂടുതൽ സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തും എന്നാണ് പോലീസ് നൽകുന്ന. മനു, കഴിഞ്ഞ ദിവസത്തെ സംഘപരിവാർ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലുമായി ബന്ധപ്പെട്ട് എത്ര ആളുകളെയാണ് കണ്ണൂർ ജില്ലയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ആ അറസ്റ്റും ഇന്നത്തെ MLA വീടിന് നേരെയുള്ള ആക്രമണം, അതുപോലെ തന്നെ CPM ഏരിയ കമ്മിറ്റി നേതാവിന്റെ വീടിന് നേരെയുള്ള ആക്രമണം, അതുപോലെ കണ്ണൂരിൽ RSS നേതാവ് ചന്ദ്രശേഖരന്റെ വീടിന് നേരെയുള്ള ആക്രമണം, ഇതെല്ലാം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുമോ? തീർച്ചയായും ചേർത്ത് വായിക്കണം. കണ്ണൂർ ജില്ലയിലെ 30-ലധികം ആളുകളെ പലതരത്തിൽ പ്രിവെന്റീവ് ഡിറ്റൻഷനിലേക്ക് കൊണ്ടുവന്നിരുന്നു. 14 പേർ അറസ്റ്റ് ചെയ്ത് അവരെ ഇന്ന് റിമാൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ തുടർച്ചയായ ആക്രമണം ഉണ്ടായത്. ഇന്നലെ ഹർത്താലിനോടനുബന്ധിച്ച് തന്നെ വലിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. കടകൾക്ക് നേരെ കല്ലേറുണ്ടായിരുന്നു. മാത്രമല്ല പലയിടത്തും BJP RSS സംഘങ്ങൾ നേർക്കുനേർക്ക് ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരത്തിൽ കോഫി ഹൌസ് അടപ്പിക്കാൻ BJP-യും തുറപ്പിക്കാൻ CPM പ്രവർത്തകരും ഒരുമിച്ച് അണിനിരക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. പിന്നെ പോലീസ് ഇടപെട്ട് സംയമനമായ ഒരു നീക്കത്തിലൂടെ അത് അവിടെ സംഘർഷം ഒഴിവാക്കുകയായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വളപട്ടണത്തെ പുതിയ തെരുവിൽ ഇന്ന് രാവിലെ BJP ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടേക്ക് പെട്രോൾ പുലർച്ചയോടുകൂടി 1 മണിയോടുകൂടി
പെട്രോൾ ഒഴിച്ച ബോംബ് പെട്രോൾ ബോംബ് എന്ന് പറയുന്ന അത് അങ്ങോട്ടേക്ക് എറിയുകയായിരുന്നു. തീ പിടിച്ചു. തുടർന്ന് ഓഫീസ് പൂർണ്ണമായി കത്തി നശിച്ചു. ചിറക്കൽ ദന്താ തിയേറ്ററിന് സമീപത്തുള്ള ഈ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് അതിന് മുന്നിൽ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന മധ്യവയസ്കന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അത് മൂപ്പൻപാറ സുരേഷിനാണ് പരിക്കേറ്റത്. അത്തരത്തിൽ കണ്ണൂർ നഗരത്തിലും ചെറിയ സംഭവങ്ങളില്ല. പക്ഷെ തലശ്ശേരി കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ പരസ്പരം BJP RSS കേന്ദ്രങ്ങൾ പരസ്പരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നത്. ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ഇപ്പോൾ നടന്ന അല്ലെങ്കിൽ ഇന്ന് പകൽ നടന്ന അക്രമ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇരു രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളുടെ വീടുകളിലേക്കാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ആരൊക്കെയാണ് അക്രമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്നുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പ്രധാനമായും CCTV വ്യാപകമായി തലശ്ശേരി നഗരത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട്. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ചില സംശയം തോന്നുന്ന ചില ആളുകളെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈ അക്രമത്തിന്റെ ഒരു പൊതു സ്വഭാവം നമുക്കാണെങ്കിൽ മുഖം മൂടിയെത്തുന്ന ആളുകൾ, മുഖം മറച്ചെത്തുന്ന ആളുകളാണ് പ്രധാനമായും ഈ ആക്രമണത്തിൽ എല്ലാം തന്നെ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ആളുകളെ സംബന്ധിച്ച് വ്യക്തമായൊരു ഇത് നൽകാൻ കഴിയുന്നില്ല. പലപ്പോഴും ഈ ആളുകൾ ഇല്ലാത്ത സമയത്ത് കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് വന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള. ഏതായാലും വലിയൊരു സംഘർഷ അന്തരീക്ഷം നിലനിൽക്കുന്നു. കൂടുതൽ സേനയെ വിന്യസിക്കുന്നതിനെ കുറിച്ച് പോലീസ് ഒരു ചോദ്യം കൂടി. കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട DGP നടത്തിയ അവലോകനത്തിൽ പറയുകയുണ്ടായി, ചില സ്ഥലങ്ങളിൽ SP-മാരുടെ വീഴ്ച അക്രമത്തിന് കാരണമായി. കാരണം കരുതൽ തടങ്കലിൽ എടുക്കേണ്ട ചില ആളുകളെ കരുതൽ തടങ്കലിൽ എടുത്തിരുന്നില്ല. അത് അക്രമത്തിന് ആക്കം കൂട്ടി. അവരാണ് അക്രമ സംഭവങ്ങൾക്ക് പലയിടങ്ങളിലും നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എന്തെങ്കിലും വീഴ്ച കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ആ വീഴ്ചയാണോ ഇന്നും അക്രമ പരമ്പരകൾക്ക് കാരണമാകുന്നത്? കണ്ണൂർ ജില്ലയിൽ ഹർത്താലിനോടനുബന്ധിച്ച് അക്രമം ഉണ്ടാകും എന്ന ഒരു ഇന്റലിജൻസ് വിവരം ഉണ്ടായിരുന്നെങ്കിലും തലേ ദിവസം ആളുകളെ കരുതൽ തടങ്കലിലേക്ക് എടുത്തിരുന്നില്ല. ചില ആളുകൾ രാവിലെ 6 മണിയോടുകൂടി തന്നെ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം തന്നെ ആക്രമണം നടത്തുന്ന സ്വഭാവം ഉണ്ടായി. നമുക്കറിയാം, അഴീക്കൽ പഞ്ചായത്ത് ഓഫീസ് നേരെ ആക്രമണം ഉണ്ടായി. അതുപോലെ രാവിലെ 6 മണിക്ക് മുമ്പാണ് ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്ന ഒരു സ്വകാര്യ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഹോട്ടലിന് നേരെ കല്ലേറുണ്ടായത്. ഓട്ടോറിക്ഷകൾക്ക് നേരെ രാവിലെ കല്ലേറുണ്ടായി. അങ്ങനെ അതോടുകൂടി തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുകയും അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ കരുതൽ തടങ്കലിലേക്ക് എടുക്കുകയും ചെയ്തിരുന്നു. രാവിലെ തന്നെ 14 പേരെ ആദ്യഘട്ടത്തിലെടുക്കുകയും പിന്നീട് വൈകുന്നേരത്തോടുകൂടി 30 പേരെ കരുതൽ തടങ്കലിലേക്ക് എടുത്തു. 14 പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു വീഴ്ച ഉണ്ടായി എന്ന് പറയാനാവില്ല. കാരണം ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുന്നതും മറ്റുമൊക്കെ ഒഴിവാക്കാനുള്ള വലിയ ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനിൽ മറ്റിടത്തും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എത്തിക്കാനുള്ള നീക്കവും ഒക്കെ തന്നെ പോലീസ് നടത്തി. പക്ഷേ ഒറ്റപ്പെട്ട വീടുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പോലീസിന് പ്രത്യേകിച്ചൊന്നും. കണ്ണൂരിലെ ജനപ്രിയനായ ഒരു MLA-യുടെ വീടിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് തലശ്ശേരിയെ കൂടാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കാൻ കാരണമാകുമോ? അങ്ങനെയാണെങ്കിൽ പോലീസ് ഇത്തരം അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? മറ്റ് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പയ്യന്നൂർ അതുപോലെ തന്നെ മാഹിയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പലപ്പോഴും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ പിണറായി സ്ഥലപ്രദേശം, ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ, പെട്രോളിംഗ് ശക്തമാക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജോയ്, നമുക്കറിയാം ഒരു വിഷയമുണ്ടായത് ഈ വനിതാ മതിലിനോടനുബന്ധിച്ച് കാസർഗോഡിലെ വലിയ തോതിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറി. വനിതാ മതിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നവർക്ക് നേരെ കല്ലേറുണ്ട്. ആ സാഹചര്യത്തിൽ അത് പയ്യന്നൂരിലേക്ക് പടരും എന്നൊരു ആശങ്ക പോലീസിനുണ്ടായിരുന്നു. ഏതായാലും സേനാ വിന്യാസം അങ്ങോട്ടേക്കാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് പയ്യന്നൂരിൽ ഇത് തടയാനുള്ള വലിയ തോതിൽ പോലീസ് നിരീക്ഷണം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് നേരെ തലശ്ശേരി പ്രദേശത്തേക്ക് ഈ അക്രമം വ്യാപിച്ചത്. തലശ്ശേരിയിൽ ആണ് പിന്നീട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേതാക്കൾ ആളുകളെ രാവിലെ സന്ദർശിക്കുന്നതോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലരായ ആളുകൾ തിരിച്ചടിക്കാനുള്ള മനോഭാവത്തോടുകൂടി ഇരു വിഭാഗങ്ങളിൽ നിന്നും വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ രാത്രിയും കൂടുതൽ സംഘർഷ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പോലീസ്. കൂടുതൽ സേനാ വിന്യാസം അങ്ങോട്ടേക്ക് നടത്താനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഏതായാലും കാര്യമായ ഒരു പരിക്ക് ഉണ്ടാകാതെ ഇല്ല എന്നത് ഏറെ ആശ്വാസകരം. അതിന് വലിയ തോതിൽ അനിഷ്ട സംഭവങ്ങൾ, വീടും അല്ലെങ്കിൽ സാമഗ്രികൾ നശിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ആളപായം വലിയ തോതിൽ ഇല്ല എന്നത് തൽക്കാലത്തേക്ക് ആശ്വാസം നൽകുന്നു. പക്ഷെ അതും ഉണ്ടായേക്കുമോ എന്ന വലിയ ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ ഉണ്ട്.
ജോയ്. അതുപോലെ തന്നെ മനു, എൻ ഷംസീർ MLA-യോ അതുപോലെ തന്നെ CPM നേതാക്കളെയോ RSS നേതാക്കളെയോ ബന്ധപ്പെട്ടിരുന്നു അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു? ഇന്ന് ജോയ് ഈ പ്രമുഖരായ RSS നേതാക്കളെല്ലാം കൊച്ചി കേന്ദ്രീകൃതമായി BJP RSS സംയുക്തമായ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനായി പോയിരുന്നു. പക്ഷെ പ്രധാനമായും ഇത്തരം നേതാക്കളെല്ലാം തന്നെ നമ്മൾ അവരോടെല്ലാം ബന്ധപ്പെട്ടപ്പോൾ ഈ ശാന്തമായി സമാധാനപരമായ ഉള്ള സമരമാർഗങ്ങൾ അവലംബിക്കണം എന്ന് നേതാക്കളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ശബരിമല കർമ്മസമിതി നേതാവ് മത്സ്യം തില്ലങ്കരിയെ പോലുള്ളവർ ആളുകൾ ശാന്തരാകണമെന്ന ആഹ്വാനം ഒരു പ്രസ്താവനയായി തരികയും ചെയ്തിരുന്നു. പക്ഷേ അത് എന്തുകൊണ്ടോ പ്രവർത്തകർക്കിടയിൽ അത് സ്വാധീനം ചെലുത്തിയില്ല എന്ന് വേണം കരുതാൻ. അത് ആ മുഖവിലേക്കെടുക്കാതെയാണ് ആക്രമണം ഉണ്ടായത്. മാത്രമല്ല, ഇതിലൊരു പ്രധാന സംഭവം ഉണ്ടായത് ഈ ഹർത്താലിനെ പ്രതിരോധിക്കാൻ CPM രംഗത്ത് വരുന്നതോടുകൂടിയാണ് ഇത് പോലീസ് ഹർത്താൽ അനുകൂലികളെ മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ പ്രതിരോധിക്കാൻ CPM കൂടി വരുന്നു. അങ്ങനെ ആ കടകൾ തുറക്കാനും സംരക്ഷണം നൽകാനും ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ പോലീസിന് സമരാനുകൂലികളും എന്നതിൽ നിന്ന് വ്യത്യസ്തമായി CPM BJP എന്ന തലത്തിലേക്ക് ഈ സംഘർഷം അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസവും ആളുകളുടെ വീടുകൾക്ക് നേരെ ചെറിയ തോതിൽ ഏറും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത് ഇന്ന് കൂടുതൽ വ്യാപിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുള്ളത്. മനു, പോലീസിന്റെ നിലപാട് ഇപ്പോൾ എന്താണ്? പോലീസ് എത്രത്തോളം ആളുകളെ അല്ലെങ്കിൽ എത്രത്തോളം സേനാംഗങ്ങളെ പല സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്? നൈറ്റ് പെട്രോളിംഗിന്റെ എണ്ണവും കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പോലീസ് അടിയന്തരമായി SP-യും അതുപോലെ തന്നെ കണ്ണൂർ റേഞ്ച് IG-യും ഈ വിഷയങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. SP ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരായുന്നുണ്ട്. പോലീസ് ഇത് പ്രതികളെ പിടികൂടാനും അല്ലെങ്കിൽ ഇത്തരം അക്രമ സംഭവങ്ങൾ നടത്തുന്ന ആളുകളെ അതുമായി മുൻ ക്രിമിനൽ റെക്കോർഡുള്ള ആളുകളെ നിരീക്ഷിക്കുകയും അവരുടെ നീക്കങ്ങൾ അവരെ പെട്ടെന്ന് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എടുക്കാനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ പ്രഥമ പരിഗണന ഇപ്പോഴും ഇത്തരത്തിൽ പോലീസ് പലയിടങ്ങളിൽ പിക്കറ്റുകൾ ഏർപ്പെടുത്തി ആളുകളെ നിരീക്ഷിക്കുക എന്നത് മാത്രമാണ്. കാരണം ഇത് ആർക്കു നേരെ പെട്ടെന്ന് എങ്ങനെ വരുന്നു എന്നതിന് യാതൊരു തരത്തിലും തടയാൻ പറ്റാത്ത സാഹചര്യം. കാരണം പെട്ടെന്ന് ആളുകൾ ബൈക്കിലെത്തുന്നു, അവർ മുഖം മൂടി അല്ലെങ്കിൽ മുഖം മറച്ചുകൊണ്ട് അവർ പെട്ടെന്ന് ആക്രമണം നടത്തുന്നു, പെട്ടെന്ന് തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് പൊതുവെ അവലംബിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവിടെ നിന്ന് വരുന്നവരാണോ അല്ലെങ്കിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് പ്രദേശവാസികൾക്കോ ആളുകൾക്കോ പെട്ടെന്ന് ഒരു ധാരണ കിട്ടാൻ ഉള്ള ഒരു കാലതാമസം ഇതുണ്ട്. ഇത് ആസൂത്രിതമായി ചെയ്യുന്നതാണ് എന്ന് തന്നെ വ്യക്തം. പരസ്പരം നേരത്തെ തന്നെ ആളുകളെ നിശ്ചയിച്ച് ഇത്തരത്തിൽ ആക്രമിക്കുന്നതാണ് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. പക്ഷെ ആരാണ് അടുത്ത ഇര എന്നതിനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയില്ല. ആരാണ് ഇര എന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ പോലീസിന് കഴിയുന്നില്ല. അതുപോലെ അക്രമ സംഭവങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ് തടയുന്നതിനും പോലീസിന് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പോലീസ് നേരത്തെ DGPയുടെ അവലോകനത്തിൽ DGP സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ പോലീസ് വിന്യാസം ഉണ്ടായാലും അത് നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഇത് നമുക്ക് തലശ്ശേരിയിലൊക്കെ അറിയാം. അല്ലാതെ തന്നെ സാധാരണ സാഹചര്യങ്ങളിൽ പോലും അവിടെ ബോംബ് അങ്ങോട്ട് എറിയുക അല്ലെങ്കിൽ വീടടിച്ചു തകർക്കുക എന്നതൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കൽ പോലെ നടക്കുന്ന ഒരു സാധാരണ സംഭവം പോലെയാണ്. പക്ഷെ ഇത് കുറെ കൂടെ തീവ്രമായി ആ വീട് ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു. അത് ചെറുക്കാൻ പോലീസിന് എന്തുകൊണ്ടോ കഴിഞ്ഞിട്ടില്ല. അത് ഒരുപക്ഷെ ഇന്നത്തോടു കൂടി അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. കാരണം ഈ തലശ്ശേരിയിൽ AN ഷംസീർ MLA-യുടെ വീടിന് നേരെ ബോംബേറ് നടന്നു. പോലീസ് അതീവ ജാഗ്രത ജില്ലയിൽ പുലർത്തുകയാണ്. മറ്റ് സ്ഥലങ്ങളിലേക്ക് അക്രമം വ്യാപിക്കാതിരിക്കാൻ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തുന്നുവെന്ന് മനോഭരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ രാവിലെ CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വീട്ടിലേക്കും അതുപോലെ RSS നേതാവിന്റെ വീട്ടിലേക്കും ആക്രമണങ്ങൾ നടന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് AN ഷംസീർ MLA-യുടെ വീടിന് നേരെ ആക്രമണം നടന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് കണ്ണൂർ പോലുള്ള ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അക്രമ സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തുകയാണ്. ജില്ലയിൽ ഇതുവരെ 30 പേരെ കസ്റ്റഡിയിലെടുത്തു, 14 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും മനു റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് വാർത്തകളിലേക്ക്. കണ്ണൂരിൽ RSS നേതാവ് കൊളക്കാട്ട് ചന്ദ്രശേഖരന്റെ വീടിന് നേരെ ആക്രമണം നടന്നു.
അതിക്രമിച്ചെത്തിയ 15-അംഗ സംഘം ചന്ദ്രശേഖരനെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായും അടിച്ച് തകർക്കുകയും ചെയ്തു. പരിക്കേറ്റ ചന്ദ്രശേഖരനെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തി. വനിതാ മതിലിൽ പങ്കെടുത്ത വീട്ടമ്മയ്ക്കും മകനും ക്രൂരമർദ്ദനം. ബൈക്കിലെത്തിയ 10ഓളം RSS പ്രവർത്തകരാണ് വീട് കയറി മർദ്ദിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ വീട്ടമ്മ പോലീസിന് മൊഴി നൽകി. കൊട്ടാരക്കരയിലാണ് സംഘപരിവാർ പ്രവർത്തകർ വീട്ടമ്മയെ മർദ്ദിച്ചത്. കൊട്ടാരക്കര ചാലുകോണത്ത് രമാദേവി, മകൻ സുരേഷ് എന്നിവർക്കാണ് സംഘപരിവാർ അക്രമികളുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ബൈക്കിലെത്തിയ 10ഓളം അക്രമികൾ വീടിനോട് ചേർന്നുള്ള കടയിലെ സാധനങ്ങൾ അടിച്ചു തകർക്കുകയും രമാദേവിയെ മർദ്ദിക്കുകയുമായിരുന്നു. ഇതിനിടെ അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ച മകനെ കമ്പിവടി കൊണ്ട് അക്രമി സംഘം അടിച്ചു വീഴ്ത്തി. വനിതാ മതിലിൽ ഇനി നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോകത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോയാൽ മതിയല്ലോ എന്ന് ചോദിച്ചോണ്ടാ വീട് കയറി അടിച്ചത്. മൊത്തം കട അവർ തന്നെ ഷട്ടർ വലിച്ചു തുറന്ന് മൊത്തം നശിപ്പിച്ചത്. എൻ്റെ തയ്യൽ മെഷീൻ സഹിതം അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. അത് പുറത്ത് കിടന്നത് അതും തല്ലിച്ച് പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇവർ വന്ന് കല്ലെടുത്തെറിഞ്ഞ് അമ്മ അയ്യോന്നും വിളിച്ചുകൊണ്ട് പെരയ്ക്കകത്ത് കയറിയ അപ്പം അമ്മയെ വന്ന് അടിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പിടിച്ചു മാറ്റി. അങ്ങനെ എൻ്റെ മുതുകത്ത് വണ്ടി വെച്ച് അടിക്കുകയും കയ്യിലടിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ഷട്ടർ തുറന്ന് അതിനകത്തുള്ള സാധനം മൊത്തം വാരി വലിച്ചിട്ട് കുപ്പികളെല്ലാം അടിച്ച് പൊട്ടിച്ചു. എൻ്റെ ഭാര്യ അകത്തിരുന്നായിരുന്നു. ഇത് കണ്ടുകൊണ്ട് ഭാര്യ അകത്ത് കയറി കഥ അടച്ച്. അതുകൊണ്ട് അവൾക്കൊന്നും പറ്റിയില്ല. വനിതാ മതിലിൽ പങ്കെടുത്തതിന്റെ വൈരാഗ്യമാണ് സംഘപരിവാർ അക്രമികളുടെ ക്രൂരതയ്ക്ക് കാരണമെന്ന് രമാദേവി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. CPMന്റെ സജീവ പ്രവർത്തകയായിരുന്ന ഇവർ പ്രദേശത്തു നിന്നും ധാരാളം സ്ത്രീജനങ്ങളെ വനിതാ മതിലിൽ പങ്കെടുപ്പിച്ചിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാവ് പീഡിപ്പിച്ചെന്ന യുവനടിയുടെ പരാതി. പാലാരിവട്ടം സ്വദേശിയായ 25-കാരിയാണ് നീതി തേടി പോലീസിനെ സമീപിച്ചത്. സിനിമയിൽ വേഷം നൽകാമെന്ന് പറഞ്ഞ് മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവ് ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. പാലാരിവട്ടം സ്വദേശിയായ 25-കാരി മോഡലാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. 4 ദിവസം മുൻപ് യുവതി പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ഉന്നതതല നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തില്ല. എന്നാൽ വാർത്ത പുറത്തറിഞ്ഞതോടെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായി. ജോണി എസ് പപ്പ എന്ന സിനിമയുടെ കഥയെഴുതുന്ന സമയത്താണ് കേസിനാസ്പദമായ ബലാത്സംഗം നടന്നത്. കത്രിക്കടവിലെ ഫ്ളാറ്റിലേക്ക് കഥ പറയാനെന്ന പേരിലാണ് യുവതിയെ നിർമ്മാതാവ് വിളിച്ചു വരുത്തിയത്. തുടർന്നാണ് ബലാത്സംഗം ചെയ്തതെന്നും യുവതി പരാതിപ്പെടുന്നു. സംസം എന്ന ചിത്രത്തിലേക്ക് റോൾ നൽകാം എന്ന പേരിലാണ് വിളിച്ചു വരുത്തിയത്. ഇത്രയും നാൾ പരാതിപ്പെടാതിരുന്നത് അവസരം നൽകുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. പരാതിപ്പെടുന്നതുവരെ നിർമ്മാതാവിൽ നിന്നും ഫോൺ വിളികളും മെസ്സേജുകളും ഉൾപ്പെടെയുള്ള ശല്യപ്പെടുത്തലും തുടർന്നു. പരാതി വിവരം പുറത്തറിഞ്ഞതോടെ നിർമ്മാതാവ് ഫോൺ വിളി നിർത്തിയെന്നും യുവതി പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് കഞ്ചാവുമായി എത്തിയ യുവാവിനെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. ബൈക്കിലെത്തിയ 2-അംഗ സംഘത്തിലെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ചങ്ങനാശ്ശേരി പണ്ടകശാലക്കടവ് കെവിൻ ജോസഫാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 1 കിലോ കഞ്ചാവ് കണ്ടെത്തി. വാഹന പരിശോധനയ്ക്കിടെ കെവിൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. അതേസമയം കെവിന്റെ സുഹൃത്ത് ബൈക്കുമായി കടന്നു കളഞ്ഞുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കെവിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ടെക്കികൾക്ക് ന്യൂജൻ മയക്കുമരുന്നുകൾ എത്തിക്കുന്ന സംഘത്തിന്റെ പ്രധാനിയെ എക്സൈസ് സംഘം പിടികൂടി. മണക്കാട് സ്വദേശി സെബിനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 10 LSD സ്റ്റാമ്പുകളും കഞ്ചാവും പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ വലയിലാക്കിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇയാളുടെ ഇരുചക്ര വാഹനവും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കളിയിക്കാവിളയിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ 1.5 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന വിതരണക്കാരൻ നസീറും പിടിയിലായി.
കഞ്ചാവ് കടത്താൻ പ്രതി ഉപയോഗിച്ച ഇരുചക്ര വാഹനവും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വൈ ഷിബുവും സംഘവുമാണ് കഞ്ചാവ് വേട്ട നടത്തിയത്. മലപ്പുറം നിലമ്പൂരിൽ ചാരായം വാറ്റിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സൈസ് സംഘത്തിന്റെ വലയിലായി. ചുങ്കത്തറ സുനിൽ കമ്മത്താണ് പിടിയിലായത്. റിപ്പോർട്ടോടുകൂടി സാക്ഷി പൂർണ്ണമാകുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ചുങ്കത്തറയുടെ സമീപ പ്രദേശമായ പണപ്പൊയിലിലെ വീട്ടിൽ നിന്നാണ് സുനിൽ കമ്മത്തിനെ അറസ്റ്റ് ചെയ്തത്. സുനിലിന്റെ ഭാര്യയുടെ പേരിലുള്ള ഈ വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല. എന്നാൽ മിക്ക ദിവസങ്ങളിലും രാത്രി ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ലൈറ്റ് കണ്ട് അന്വേഷിച്ചെത്തിയ നാട്ടുകാരാണ് ചാരായം വാറ്റുന്നത് കാണുന്നത്. ഉടൻ തന്നെ എക്സൈസ് കമ്മീഷണർ ഹൃഷിയ സിംഗിനെ ഫോണിൽ വിവരമറിയിച്ചു. തുടർന്ന് സുനിൽ കമ്മത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയ എക്സൈസ് സംഘത്തിന് ലഭിച്ചത് 2 ലിറ്റർ ചാരായവും 40 ലിറ്റർ വാഷും പ്രഷർ കുക്കറും മറ്റു വാറ്റുപകരണങ്ങളും ഇവിടെ നിന്നും കണ്ടെടുത്തു. ബഹുമാനപ്പെട്ട നമ്മുടെ എക്സൈസ് കമ്മീഷണർ ശ്രീ ഷാജിദ് സാറിന് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ രാത്രി ഞാനും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ടീമും പെരുമുണ്ട എന്ന സ്ഥലത്ത്, ചാലിയാർ പഞ്ചായത്തിലെ പെരുമുണ്ട എന്ന സ്ഥലത്ത് റെയ്ഡ് നടത്തുകയും അവിടെ ഒരു ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് ഏകദേശം 40 ലിറ്ററോളം ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ വാറ്റിയ 2 ലിറ്റർ വാറ്റ് ചാരായം അനുബന്ധമായിട്ടുള്ള വാറ്റുപകരണങ്ങളും പിടികൂടുകയായിരുന്നു. ഇന്നലെ രാത്രി 11:30 പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതി സർക്കാർ സർവീസിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന സുനിൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണ്. നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ KT സജിമോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രിവന്റീവ് ഓഫീസർ മുസ്തഫ ചോലയിൽ, അഭിലാഷ്, ജസ്റ്റിൻ, K പ്രദീപ്, അബ്ദുൾ റഷീദ്, ഷീന എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു.